വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഓരോ ടോക്കീസിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ച സിനിമയാണ് ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്ന ദൃശ്യം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ഒരേ ഒരു ചർച്ചയുള്ളൂ, ദൃശ്യം 3. ജോർജ് കുട്ടി വീണ്ടും വരികയാണ്. ഈ മൂന്നാം ഭാഗത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? ആരെല്ലാമായിരിക്കും പുതിയ താരങ്ങൾ? നമുക്ക് നോക്കാം. നമുക്കറിയാം, ദൃശ്യം 2 അവസാനിച്ചത് വളരെ ഉത്തേജകജനകമായ ഒരു രീതിയിലായിരുന്നു. പോലീസ് സ്റ്റേഷന്റെ അടിയിൽ തന്നെ ആ ശവം കുഴിച്ചിട്ട ജോർജ് കുട്ടിയുടെ ബുദ്ധിയെ നമ്മൾ കൈയടിച്ചാണ് സ്വീകരിച്ചത്. എന്നാൽ പോലീസ് കേസ് അവസാനിപ്പിച്ചിട്ടില്ല. മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ കേസ് വീണ്ടും തുറക്കപ്പെടുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ജീത്തു ജോസഫ് തന്നെ ഇതിനോടകം സൂചനകൾ നൽകി കഴിഞ്ഞു. മൂന്നാം ഭാഗം ക്ലൈമാക്സിനടുത്തുള്ള ഐഡിയകൾ തനിക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇത്തവണത്തെ പ്രധാന ഹൈലൈറ്റ് എന്തായിരിക്കുമെന്നറിയുമോ? ജോർജ് കുട്ടി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. അല്ലെങ്കിൽ എന്തായിരിക്കും അത്? പോലീസ് പുതിയ ശാസ്ത്രീയ രീതികളുമായി ജോർജ് കുട്ടിയെ കുടുക്കാൻ വരുമ്പോൾ തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ജോർജ് കുട്ടി ഇത്തവണ എന്ത് തന്ത്രമായിരിക്കും പ്രയോഗിക്കുക? ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ക്രൈം ബ്രാഞ്ച് തലപ്പത്ത് പുതിയൊരു വില്ലൻ കഥാപാത്രം കൂടി എത്തിയേക്കുമെന്നാണ്. മോഹൻലാലിനൊപ്പം മീനയും അൻസിബയും എസ്തറും വീണ്ടും എത്തുന്നു. ഇതുകൂടാതെ തമിഴ് തെലുങ്ക് ചിത്രത്തിലെ താരങ്ങളും ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ ഭാഗമായേക്കുമെന്നാണ് കേൾക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി പതിപ്പുകളും ഒരേ സമയം ചർച്ചയിലുണ്ട്. ജോർജ് കുട്ടിയെ ജയിലിലാക്കാൻ ഇത്തവണ പോലീസിന് സാധിക്കുമോ, അതോ ജോർജ് കുട്ടി വീണ്ടും രക്ഷപ്പെടുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ദൃശ്യം 3ന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഓരോ ടോക്കീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.